ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാമോ? വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി മതി. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്കായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യയോടടുക്കുന്ന ഈ സമയത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ ചില പരിമിതികൾ രോഗവുമായുള്ള ബന്ധത്തിലൊക്കെയും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ദൈവം ശക്തിപ്പെടുത്തി നിലനിർത്തുന്ന കൃപകളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ 3-ാമത്തെ പ്രസംഗമാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ പകൽ ഈ സന്ധ്യയോടടുക്കുന്ന ഈ സമയത്ത് ദൈവം നമ്മോട് കൃത്യമായി സംസാരിക്കണം. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഹാളിനകത്തായിരിക്കുന്നവർ വിവിധ രാജ്യങ്ങളിൽ, വിവിധ പട്ടണങ്ങളിൽ ഓൺലൈനിലൂടെ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഭാഗവാക്കാകുന്ന, ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ആരാധനയോടെ ആയിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. വളരെ മനോഹരമായി നാം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് അസാധാരണമായ ദൈവ സാന്നിധ്യം ആരാധനകളിലൊക്കെയും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുഖവരകളില്ലാതെ വേഗത്തിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന 1-2 ചിന്തകൾ വേഗത്തിൽ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത് കാരാഗ്രഹ ലേഖനങ്ങളിൽ ധന്യനായ പൗലോസ്ലീഹയുടെ ഈടുറ്റ ലേഖനങ്ങളിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ലേഖനങ്ങളിൽ ഒന്നാണ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം കാരാഗ്രഹ ലേഖനങ്ങളായിരിക്കുമ്പോൾ തന്നെ ഫിലിപ്പിയ സഭയുമായുള്ള ബന്ധത്തിൽ ആഴമേറിയ ചിന്തകൾ ആ ലേഖനത്തിനകത്ത് കാണാൻ കഴിയുന്നു. ദൈവത്വവുമായുള്ള ബന്ധത്തിൽ, യേശുക്രിസ്തുവും ദൈവത്വവുമായുള്ള ബന്ധത്തിലൊക്കെയും ആഴമേറിയ ചിന്തകൾ ധന്യനായ പൗലോസ്ലീഹ നിരത്തി വയ്ക്കുമ്പോൾ 2-ാം അധ്യായത്തിലെത്തുമ്പോൾ ക്രിസ്തുവിലുള്ള ഭാവമെന്ന വിഷയത്തെ ആസ്പദമാക്കി ധന്യനായ പൗലോസ്ലീഹ തൻ്റെ തൂലിക ചലിപ്പിച്ച് 8-ാം അധ്യായത്തിനകത്തെത്തുമ്പോൾ അനുസരണമെന്ന് പറയുന്ന ആഴമേറിയ ദൈവിക പദ്ധതിയിലേക്ക് ദൈവസഭയെ കൂട്ടിക്കൊണ്ടുപോകുകയാണ്. ഇന്ന് ഈ നിമിഷം ഞാൻ ആത്മാവിൽ പറയട്ടെ, അനുസരണം ദൈവത്തിലുള്ള മഹത്വത്തെ കൊണ്ടുവരും. ഹല്ലേലൂയ. അനുസരണമെന്ന് പറയുമ്പോൾ ദൈവത്തിലുള്ള നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും ബെസ്റ്റായത്, ഏറ്റവും ദൈവികമായത് നമ്മിൽ കൊണ്ടുവരാൻ കഴിയുന്നതാണ് അനുസരണം. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ എന്താണ് അനുസരണമെന്ന് ചോദിച്ചാൽ, obedience is a clear submission to God's authority. ആമേൻ. എന്താണ് അനുസരണമെന്ന് ചോദിച്ചാൽ, അനുസരണം ദൈവത്തിലുള്ള ദൈവിക അധികാരത്തോടുള്ള പൂർണ്ണമായ സമർപ്പണമാണ് അനുസരണം. ഹല്ലേലൂയ. It's a clear submission. ആമേൻ. ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വിശ്വാസിയായിരിക്കുന്നു എന്നല്ല, നിങ്ങൾ പാടുന്നുണ്ടോന്നല്ല, പ്രാർത്ഥിക്കുന്നുണ്ടെന്നല്ല, ഈ തലമുറയിൽ അനുസരണമുള്ളവരാണോ? ഹല്ലേലൂയ. ഈ തലമുറയിൽ ദൈവമുണ്ടെന്ന് പറയുകയും ദൈവമില്ലാത്തവരെക്കാളും മ്ലേച്ഛമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയുടെ മുൻപിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ 5G യുഗത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തോടുള്ള അനുസരണമാണോ കുഞ്ഞെ നിന്നെ നയിക്കുന്നത്? അതോ ലോകത്തിൽ നീ ലോകത്തിന്റെ മായക്കകത്ത് പോയി ദൈവിക അനുസരണത്തെ കളിഞ്ഞു കുളിച്ചിട്ട് ലോകത്തിലാണോ ജീവിക്കുന്നത്? ഹല്ലേലൂയ. സ്തോത്രം കുറഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവത്തോടുള്ള സമത്വം
മുറുകെ പിടിക്കാൻ കഴിയുമായിരുന്നിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് തന്നെത്താൻ ത്യജിച്ച് രൂപമെടുത്തു ക്രൂശിലെ മരണത്തോളം അനുസരണമുണ്ടായിരുന്ന ഒരു മാതനെ നോക്കിയ നമ്മെ ഓടാൻ വിളിച്ചത്. ഒരു ഉലകത്തിലെ അപ്പോസ്തലനെയോ ഉലകത്തിലെ പാസ്റ്ററെയോ പ്രവാചകനെയോ ഉലകത്തിലെ ഏതോ സെൻട്രൽ പാസ്റ്ററെയോ ഏതോ ഓർഗനൈസേഷനെയോ നോക്കിയല്ല നമ്മെ ഓടാൻ വിളിച്ചത്. നമ്മെ വിളിച്ചത് ആമേ വിശ്വാസത്തിന്റെ നായകനോ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിയാണ് ഓടാൻ വിളിച്ചതെങ്കിൽ ഈ തലമുറയിൽ കരമുയർത്തി പറയാൻ കഴിയുമോ, എന്റെ ഓട്ടം എന്റെ ക്രിസ്തുവിനെ നോക്കിയാണ്. ആ ദൈവത്തിന്റെ പ്രത്യേകത unto the death, മരണത്തോളം ദൈവസന്നിധിയിൽ അനുസരണമുള്ളവനായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്തോ താൽക്കാലിക സുഖത്തിന് വേണ്ടി, താൽക്കാലിക ഇച്ഛയ്ക്ക് വേണ്ടി, താൽക്കാലിക നന്മയ്ക്ക് വേണ്ടി, ഏതോ സർട്ടിഫിക്കറ്റിന് ഒപ്പിന് വേണ്ടി ദൈവം വേണ്ടെന്ന് പറയുന്ന ആയിരക്കണക്കിന് പേർ ഈ ലോകത്ത് ജീവിക്കുമ്പോ ഇന്ന് പകൽ നമ്മുടെ നായകന്റെ പ്രത്യേകത അവൻ ക്രൂശിലെ മരണത്തോളം പിതാവിനെ അനുസരിച്ചവനാണ്. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ആത്മാർത്ഥമായൊന്ന് ചോദിക്കണം, ഈ 2024 അവസാന മിനിറ്റുകളിൽ അതുപോലൊരു അനുസരണം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടോ? ഏതോ ചെറിയ വിഷയം വരുമ്പോൾ, ഏതോ ചെറിയ കുറവ് വരുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ചെറിയ വിഷയം നടക്കാതെ വരുമ്പോൾ ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞു പോകുന്ന, പ്രാർത്ഥന വേണ്ടെന്ന് പറഞ്ഞു പോകുന്ന, ആരാധന ഉപേക്ഷയായി വിചാരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുള്ള ഈ ലോകത്ത് ഇന്ന് പകൽ തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയുമോ, ഈ തലമുറയിൽ എൻ്റെ ദൈവം കാണിച്ചു തന്ന മാതൃകയിൽ ജീവിക്കാമെന്നൊരു തീരുമാനമുണ്ടെങ്കിൽ കരമുയർത്തിയോ കരമടിച്ചോ ആ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഈ പകൽ ആരാധന കൊടുക്കണം കുഞ്ഞേ. ഈ ജീവനോട് ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാണെങ്കിൽ, പിന്നെ നടത്തിയ ദൈവത്തിന്റെ ദയയാണെങ്കിൽ, അവന്റെ വിശ്വസ്തതയാണ് പിന്നെ വലിയവനാക്കിയവെങ്കിൽ, ഈ തലമുറയിൽ ദൈവം ചോദിക്കുമ്പോൾ ആരാധന, ബുദ്ധിയുള്ള ആരാധന, ദൈവത്തോ അനുസരണത്തോടുകൂടെ ആരാധന ഈ തലമുറയിൽ കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞ നിന്നെ പോലെ ധന്യനായ ഒരു വ്യക്തി ഈ ലോകത്തിലില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയാൻ കഴിയുമോ, ഏതെല്ലാം പ്രതിസന്ധിയുടെ മുൻപിലും എൻ്റെ ദൈവത്തെ മറന്നൊരു ജീവിതം എനിക്കില്ല. ഏതൊക്കെ പ്രതികൂലത്തിൻ്റെ നടുവിലും എൻ്റെ ദൈവത്തെ മറന്ന് എനിക്കൊരു ജീവിതമില്ല. പ്രിയരെ, ആരോ തള്ളിവിട്ടത് കൊണ്ടും ചെയ്യേണ്ടതല്ല ആരാധന. അല്ലോ, പാസ്റ്റർ എന്ത് കരുതുമെന്ന് കരുതി ജീവിക്കേണ്ടതല്ല അനുസരണത്തോടുള്ള ആരാധന. ഈ തലമുറയിൽ എൻ്റെ അരുമനാഥൻ കാണിച്ചു തന്ന മാതൃക കണ്ടോ? മുൾക്കിരീടം തലയിൽ തരിമേ അടിച്ചു കയറ്റുമ്പോൾ ആമെ കാരിരുമാണികൾ ഇരുകരങ്ങളും കാലുകളിലും അടിച്ചു കയറ്റുമ്പോൾ, ചാട്ടവാർ ചുഴറ്റി അടിക്കുമ്പോൾ, ക്രൂശിലെ മരണത്തോളം പിതാവിനെ അനുസരിച്ചൊരു പുത്രൻ ഈ തലമുറയ്ക്കകത്ത് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ? ഈ ലോകത്തിനകത്ത് എത്ര ഉയർച്ചകൾ വന്നാൽ, എത്ര താഴ്ചകൾ വന്നാൽ, ദാവീദിനെ പോലെ ദൈവം ഉയർത്തിയാൽ, ശദ്രക്ക് മേശക്കിന് അബേദ്നെഗോവിനെ പോലെ തീച്ചൂളയ്ക്കകത്ത് വീഴേണ്ടി വന്നാൽ, ഈ ദൈവത്തെ മറന്ന് എനിക്കൊരു ജീവിതമില്ലെന്ന് പറയാ തന്റെ ഇടമുള്ള സമർപ്പണമുള്ള ഒരെണ്ണം ഇതിനകത്തുണ്ടെങ്കിൽ ലൈവിലൂടെ കാണുന്ന നിങ്ങളോട് ദൂത് ഈ പകൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞ പിന്നെ പോലെ ധന്യനായ ഒരു വ്യക്തി ലോകത്തിനില്ല കുഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കടത്തോടെ ഞാൻ പറയട്ടെ, ഈ കോവിഡ് കഴിഞ്ഞിട്ട് എത്ര എണ്ണം ആലയത്തിൽ പോകാതെ ഇരിക്കുന്നുണ്ടെന്നറിയാമോ? ഈ കോവിഡ് കഴിഞ്ഞിട്ട് എത്ര എണ്ണം ദൈവത്തെ പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ടെന്നറിയാമോ? അവരോടൊക്കെ ചോദിച്ചാൽ അവരുടെ മറുപടി, എനിക്ക് ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഹലോ, എനിക്ക് ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ്. വചനം പറയുന്നു, ഇഷ്ടമാണെന്ന് പറയുന്നവനല്ല. ഇഫ് യു ലവ് മീ
കീപ് മൈ കമാൻഡ്മെന്റ്സ്. അങ്ങനെയാണ് വചനം പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:15 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് വാസ്തവമായി പറയുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. ഹലോ, ദൈവിക കൽപ്പന പ്രമാണിക്കാതെ യേശുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കുഞ്ഞെ. ഒരുപക്ഷെ നിന്റെ അപ്പൻ അംഗീകരിക്കുമായിരിക്കാം, ഒരുപക്ഷെ നിന്റെ അമ്മ അംഗീകരിക്കുമായിരിക്കാം, ഒരുപക്ഷെ ലോകത്തിലെ ഏതെങ്കിലും പാസ്റ്റർ അംഗീകരിക്കുമായിരിക്കാം. ഉലകത്തിലെ സൃഷ്ടിതാവ് നിന്നെ അംഗീകരിക്കത്തില്ല. കാരണം അവന്റെ വായ് കൊണ്ട് ഇഷ്ടമാണെന്ന് പറയുന്നവനെയല്ല, അവന്റെ കൽപ്പനകളെ, ദൈവിക കൽപ്പനകളെ ആരൊക്കെയാണോ അനുസരിക്കുന്നത് അവരാണ് ദൈവിക പദ്ധതിക്കകത്തുള്ളവർ. നിങ്ങളുടെ സ്തോത്രം കുറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കയ്യടിയേക്കാൾ വലുതാണ്, അന്യഭാഷയേക്കാൾ വലുതാണ്, ഹലോ, പ്രസംഗത്തെക്കാൾ വലുതാണ്, പ്രവചനത്തെക്കാൾ വലുതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീറ്റിങ്ങുകളും അതുപോലെ തന്നെ രോഗമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ക്ഷീണാവസ്ഥയിലായിരുന്നു. എത്ര കോളെന്നറിയാമോ വരുന്നേ, എത്ര കോളെന്നറിയാമോ വരുന്നേ. വന്നതിൽ 100-ൽ 1% പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും. അവർക്കെല്ലാം ആവശ്യം അവരുടെ നാളുകളിൽ ദൈവം ചെയ്യുന്നത് അറിയാനുള്ള തത്രപ്പാടാണ്. ഹലോ, പാസ്റ്റർ ഒരു പ്രവചനം പ്രവചിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചാണ് അവർ വരുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ദൈവം തന്ന ഞാൻ പറയും, അത് വേറെ കാര്യം. പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, പ്രസംഗത്തിലല്ല കാര്യം, പ്രവചനത്തിലല്ല കാര്യം, വെളിപ്പാടിലല്ല കാര്യം, രോഗശാന്തിയിലല്ല കാര്യം, ദൈവത്തോടുള്ള അനുസരണത്തിലാണ് കാര്യം. 1 ശമൂവേലിന്റെ പുസ്തകമാണെന്ന് തോന്നുന്നു, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇങ്ങനെ ഒരു പദമുണ്ട്, അനുസരണം യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും എന്ത്, ഒബീഡിയൻസ് ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്. അനുസരണം യാഗത്തെക്കാൾ വലുതോ, ഹോമയാഗത്തെക്കാൾ വലുതോ, ഹനനയാഗത്തെക്കാൾ വലുതോ, സർവാംഗ ഹോമയാഗത്തെക്കാൾ വലുതോ? പ്രിയരേ, നിന്റെ കയ്യടിയേക്കാൾ വലുതാണ് അനുസരണം. നിന്റെ അന്യഭാഷയേക്കാൾ വലുതാണ് അനുസരണം. നീ ദൈവസന്നിധിയിലിരുന്ന് എന്തെല്ലാം ഭാഗ്യമായത് കാണിക്കുന്നു, അതിനേക്കാൾ വലുതാണ് അനുസരണം. ഈ തലമുറയിൽ അനുസരിക്കുക. തന്റെ ഇടമുള്ളവരുണ്ടെങ്കിൽ കാരമടിച്ചു ദൈവത്തെ ആരാധിക്കുക. കാരമടിച്ചു ദൈവത്തെ സ്തുതിക്കുക. ഈ തലമുറയിൽ ദൈവത്തെ അനുസരിക്കാമെന്ന് തീരുമാനമുള്ളവരുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ. ഇന്ന് പകൽ അനുസരിക്കുന്നവടമേ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുക, ദൈവിക കൃപ വെളിപ്പെടുക, ദൈവത്തിന്റെ മല്ലബാന വെളിപ്പെടുക, ദൈവത്തിന്റെ ആഴമേറിയ കരം വെളിപ്പെടുക. കരമടിക്കുമെങ്കിൽ മമ്മ, അന്യഭാഷ പറയുമെങ്കിൽ മമ്മ, എന്റെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ. ആഴമേറി അനുസരണ ഈ പകൽ വെളിപ്പെടട്ടെ. ജീവിതമില്ലാതെ ആരാധിച്ചിട്ട് കാര്യമില്ല, ജീവിതമില്ലാതെ സ്തുതിച്ചിട്ട് കാര്യമില്ല, ജീവിതമില്ലാതെ എന്തോ കാട്ടിക്കൂട്ടിക്കിട്ട് കാര്യമില്ല. ഈ തലമുറയിൽ ജീവിതമുള്ളവനായി നിൽക്കുക. പൂർത്തി വരുത്തുന്ന ദൈവത്തെ നോക്കിയോട്. വളരെ ആഗ്രഹം എൻ്റെ ജീവിതത്തിനകത്ത് സമൃദ്ധി വെളിപ്പെടണം.
എൻ്റെ ജീവിതത്തിനകത്ത് ദൈവിക സംരക്ഷണം വെളിപ്പെടണം. ഒന്നെടുക്കാമോ? സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം അതിനെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അമ്മേനൊന്ന് മോണിറ്ററിൽ ഇട്ട് തരും. പഴിയുമെങ്കിൽ വായിച്ചിട്ട് പോണം. ഹലോ, സദൃശ്യവാക്യങ്ങൾ 3:5 മുതൽ 10 വരെ. അതിനകത്ത് 5 മുതൽ 10 വരെ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒബീഡിയൻസ് ഓഫൺ ലീഡ് ടു ദി പ്രൊട്ടക്ഷൻ ആൻഡ് പ്രോസ്പെരിറ്റി. അനുസരണം, ഹലോ, സംരക്ഷണത്തെയും സമൃദ്ധിയെയും കൊണ്ടുവരുന്നു. എന്ത്? അനുസരണം സംരക്ഷണത്തെയും സമൃദ്ധിയെയും കൊണ്ടുവരുന്നു. ആമേൻ, ഹല്ലേലൂയ. വചനം അങ്ങനെ പറയുന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്കു തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും നിന്റെ അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. യഹോവയെ നിന്റെ ധനം കൊണ്ട് എല്ലാ വിളവിന്റെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. നിന്റെ ചക്കുകൾ വീഞ്ഞു കവിഞ്ഞൊഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരണം എന്തുകൊണ്ട് വരും? സംരക്ഷണവും സമൃദ്ധിയും കൊണ്ടുവരും. ഇന്ന് ലോകമോടുന്നത് മുഴുവനും അനുസരണമില്ലാതെ സമൃദ്ധി നേടാനാ, അനുസരണമില്ലാതെ സംരക്ഷണം നേടാനാ. If you are a real believer, നീ യഥാർത്ഥ ഹിതഭക്തനാണെങ്കിൽ ഈ തലമുറയിൽ ഞാൻ പറയട്ടെ, അനുസരണമുള്ളവന് വേണ്ടി മാത്രമേ ദൈവിക സംരക്ഷണം വെളിപ്പെടൂ. സ്തോത്രം പറഞ്ഞില്ലല്ലോ. അനുസരണമില്ലാതെ ഭാഗികമായി എന്ത് കാട്ടിക്കൂട്ടിയാലും എന്ത് ചെയ്താലും അതൊന്നും ഒരു പരിപാടിയും ചെയ്യാമേ നടക്കത്തില്ല. ലൈവിലൂടെ എന്നെ കാണുന്നവരുണ്ടെങ്കിൽ ഈ പകൽ എനിക്കൊരു ദൂത് കൈമാറുണ്ട്. നിനക്ക് സംരക്ഷണം വേണോ? ഏതോ ഗവൺമെന്റ് തരുന്നതല്ല, സ്വർഗീയ പ്രൊട്ടക്ഷൻ വേണോ? സ്വർഗീയ പ്രോസ്പെരിറ്റി വേണോ? നീ അനുസരിക്കാൻ തയ്യാറാകുക. നീ അനുസരിക്കാൻ തയ്യാറാകുക. ഈ തലമുറയിൽ അനുസരണമില്ലാതെ ഒരു തലമുറ തച്ചുടച്ചു പോകുമ്പോ ഈ തലമുറയിൽ അഭിഷേകത്തിന്റെ മറവിൽ നിന്നിട്ട് പറ, ഈ തലമുറയിൽ ദൈവത്തെ അനുസരിച്ച് ഞാൻ സമൃദ്ധിയിൽ ജീവിക്കുക. ദൈവത്തെ അനുസരിച്ച് ദൈവിക സംരക്ഷണത്തിൽ ജീവിക്കുക. കരമടിച്ചു ദൈവത്തിന് നല്ല ആരാധന ഈ പകൽ കൊടുത്താട്ടെ. കരമടിച്ചു ദൈവത്തെ ഈ പകൽ സ്തുതിച്ചാട്ടെ. ആഴമേറിയ ദൈവ സാന്നിധ്യത്തിനകത്ത് ഈ പകൽ തീരുമാനമെടുത്താട്ടെ. Jivarabala Dudagadaga Dudaragal Kamana Dudadalagadaga Rimana Dudadalagadaga Dudaragal Kamana Dudagadaga Rimana Duda Chavera Vala Gadaga Dudadaragadaga Atare the Luxury Kamana Duda Vaidabara Minelakshamitikuna Chilana Tangale and the Babe in the Bagal Canceligia even Chilabin Arastigia with the Kudara Telekshamitikuna Hilanartami the Kanitrikima Satan പദ്ധതികളെ ഈ പകൽ ദൈവം ക്യാൻസൽ ചെയ്ത് ദൈവിക പ്രൊട്ടക്ഷൻ വെളിപ്പെടുത്തുക. ചില കൂടാരത്തിനകത്തുനിന്ന് ക്ഷാമങ്ങൾ മാറിപ്പോകുന്നു, ദാരിദ്ര്യങ്ങൾ മാറിപ്പോകുന്നു. എങ്ങനെ അനുസരിക്കാമെന്ന് ഒരുവൻ തീരുമാനമെടുത്ത അവന് വേണ്ടി എന്റെ ദൈവത്തിന്റെ പ്രോസ്പെരിറ്റി വെളിപ്പെടണമെങ്കിൽ ഓ എന്നും ദാരിദ്ര്യത്തിൽ ജീവിക്കാനല്ല ദൈവം വിളിച്ചത്.
എന്നും കൈനീട്ടി ജീവിക്കാനല്ല വിളിച്ചത്, എന്നും കരഞ്ഞ് യാചിച്ച് ജീവിക്കാനല്ല വിളിച്ചത്, ദൈവിക സമൃദ്ധിയിൽ ജീവിക്കാനാ വിളിച്ചത്. എങ്ങനെ? ദൈവിക സമൃദ്ധിയിൽ ജീവിക്കാനാ വിളിച്ചത്. അനുസരണം ദൈവിക സമൃദ്ധി കൊണ്ടുവരും. ആവർത്തന പുസ്തകം 28 വീട്ടിൽ പോയി വായിക്കണം. ആവർത്തന പുസ്തകം 28:1 മുതൽ പോയി വായിക്കണം. ഒരു ഭക്തന്റെ ജീവിതത്തിൽ കൊടുക്കുന്ന ദൈവിക സമൃദ്ധി അക്കമിട്ട് എഴുതിയിട്ടുണ്ട്. ആർക്കാത് കൊടുക്കുന്നത്? അതിനു മുൻപിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവന്. ആര്? Those who keep my commandments. എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവന് ഞാനിതെല്ലാം കൊടുക്കും. ഈ തലമുറയിൽ ഞാൻ ചോദിക്കട്ടെ, അമ്മയെ ആശ്രയിച്ച്, അപ്പനെ ആശ്രയിച്ച, ഉലകത്തിലുള്ള വ്യക്തികളെ ആശ്രയിച്ച് അവരെ നോക്കി എത്ര കാലം നമുക്ക് ജീവിക്കാൻ കഴിയും? എത്ര കാലം ഈ വണ്ടി ഓടും? നമ്മുടെ മലയാളം ഭാഷയിൽ പറഞ്ഞാൽ, ഹലോ, ദൈവത്തൊന്ന് ചിലത് വേണ്ടേ? ഞാൻ മുഖാന്തരം എൻ്റെ കുടുംബം അനുഗ്രഹിക്കണ്ടേ? ഞാൻ മുഖാന്തരം എൻ്റെ മാതാപിതാക്കൾ സന്തോഷിക്കണ്ടേ? ഞാൻ മുഖാന്തരം എൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടണ്ടേ? ഞാൻ മുഖാന്തരം, ഹലോ, എൻ്റെ ദേശക്കാർ അനുഗ്രഹിക്കപ്പെടണ്ടേ? ഒരേ ഒരു കാര്യമുള്ളൂ, അനുസരിക്കുക. അനുസരിക്കുക പ്രിയരെ. അനുസരിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, പ്രിയരെ, ദൈവം വച്ചിരിക്കുന്ന ഗോഡ്സ് ബെസ്റ്റ്, ഏറ്റവും നല്ലത് ദൈവം നിനക്ക് വച്ചിരിക്കുന്നേ. ഒന്ന് പറഞ്ഞാട്ട്, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. ഒന്ന് പറഞ്ഞാട്ട്, ഏറ്റവും നല്ലതാ ദൈവം എനിക്ക് വച്ചിരിക്കുന്നേ. എൻ്റെ അപ്പൻ വച്ചിരിക്കുന്നതിനേക്കാൾ, എൻ്റെ കൂടപ്പിറപ്പുകൾ വച്ചിരിക്കുന്നതിനേക്കാൾ ദൈവം വച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതാ. അതിലേക്കുള്ളൊരു പാലവഞ്ഞ വെട്ടി തരുന്നേ. അനുസരണം ദൈവത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് നിന്നിൽ കൊണ്ടുവരും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു പക്ഷെ നിന്റെ വിദ്യാഭ്യാസത്തിന് തരാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഉലകത്തിൽ ആർക്കും നിനക്കത് വച്ചു നീട്ടാൻ കഴിയില്ല. ദൈവത്തിനോളം നിന്റെ ഭാവി അറിയാവുന്നുള്ള മനുഷ്യൻ ഈ ലോകത്തില്ല. ദൈവത്തോളം അറിയാവുന്നൊരു വ്യക്തി ഈ ഉലകത്തിലില്ല. അതുകൊണ്ട് ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നതാ ഏറ്റവും ബെസ്റ്റ്. ആമേൻ. ആ ബെസ്റ്റായത് വേണ്ടെന്ന് നീ പറയരുത്. ആ ബെസ്റ്റായത് വേണ്ടെന്ന് നീ പറയരുത്. പറഞ്ഞ ഒത്തിരി പേരുണ്ട് പ്രിയരെ. അവരുടെ ജീവിതമൊക്കെ തിരിഞ്ഞു നോക്കിയ നമ്മൾ മൂക്കത്ത് വിരൽ വച്ചിരുന്ന് കരഞ്ഞു പോകും. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഈ തലമുറയിൽ ദൈവം വിളിച്ചത് ദൈവിക നന്മയുടെ ആഴം അനുഭവിക്കാനാ. അതെങ്ങനെ അനുഭവിക്കാൻ കഴിയോ? ഒബീഡിയൻസ് ഇസ് ദ പാത്വേ. ദൈവത്തിൻ്റെ ബെസ്റ്റിലേക്കുള്ള, ദൈവം തരുന്ന ഏറ്റവും നല്ലതിലേക്കുള്ള വഴിയാണ് അനുസരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, നോഹയ്ക്ക് അയ്യോ, നോഹയ്ക്ക് കിട്ടിയതുപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടും കിട്ടാത്ത പോലെ ഇരിപ്പ. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹയോട് പറഞ്ഞു, നോഹേ, നീ ഇന്ന വീതിക്ക്, ഇന്ന നീളത്തിന്, ഇന്ന തട്ടുകളുള്ള മനോഹരമായൊരു പെട്ടകം എനിക്ക് വേണ്ടി നീ പണിയണം. നീ പെട്ടകത്തിൻ്റെ പണി ചന്തമായി നീ എന്ന് പൂർത്തീകരിക്കുമോ? അമ്മ, ഈ ദേശത്ത് ഞാൻ ജലത്താൽ ഈ ജനത്തെ നശിപ്പിക്കും. നോഹ കേട്ടിട്ടില്ല. മഴ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, പാസ്റ്റേ, അമേ ആകാശത്തുനിന്ന് തുള്ളി തുള്ളിയായിട്ട്, അമേ ഡ്രോപ്പായിട്ട് വന്ന് വീഴുന്ന സാധനമാണ് മഴയെന്ന്. അത് നിങ്ങൾ മഴയത്ത് കുട പിടിച്ച് നടന്നത് കൊണ്ടുള്ള അനുഭവത്തിൽ നിന്ന് പറയുക. മഴ എന്തെന്ന് നിങ്ങൾക്ക് അറിയാം.
പക്ഷെ നോഹ വലിയപ്പച്ചനെ വിളിച്ചു നിർത്തി ചോദിച്ച, നോഹേ മഴ എന്തെന്ന് ചോദിച്ച നോഹ വായും തുറന്ന് മിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോഹയുടെ കാലത്തുള്ള ഒറ്റ മനുഷ്യനും മഴ കണ്ടിട്ടില്ല. മഴ എന്തെന്ന് അറിയില്ല. മഴ എന്തെന്ന് അറിയില്ലേലും മഴ പെയ്യുമെന്ന് ദൈവം പറഞ്ഞ വാക്കിന്, ഹലോ, നമ്മള് ദൈവം പറയുന്ന വാക്ക് അനുസരിക്കാൻ ദൈവം ഉപദേശിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ പോലും ഉണ്ടെങ്കിൽ പോലും നമ്മൾ അനുസരിക്കൂല. പക്ഷെ നോഹയുടെ പ്രത്യേകത നോക്കിയേ. നോഹയുടെ പ്രത്യേകത, മഴ എന്തെന്ന് കണ്ടിട്ടില്ല, മഴ എന്തെന്ന് കേട്ടിട്ടില്ല. അത് പുതിയൊരു സംഭവമാണ്. എങ്ങനെ ഇരിക്കുമെന്നും അവനൊരു ബോധ്യമില്ല. പക്ഷെ വചനം പറയുന്നു, കൃപ ലഭിച്ചവൻ ദൈവത്തിൻ്റെ വാക്കനുസരിച്ചു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, ദൈവത്തിൻ്റെ ബെസ്റ്റ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണോ? ആരോടും സംസാരിക്കാത്തവണ്ണം ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അനുസരണക്കേടിലോടുന്ന ജോനയാകരുത്. നിനവേ പോകാൻ പറഞ്ഞപ്പോൾ തർശീസിലേക്ക് കപ്പലിൽ ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കരുത്. നിനവേ പോകാൻ പറഞ്ഞോ അവിടേക്ക് പോകാമെന്ന് പറയോ. സമർപ്പണമുള്ള ജോനമാരെ ഇതിനകത്തെന്റെ ദൈവം തിരയുകയാണ്. ദൈവം പറയുന്ന വാക്കിന് അനുസരിക്കാൻ ശേഷിയില്ല നോഹമാരെ, എന്റെ ദൈവം ഈ പട്ടണത്തിനകത്ത് ദൈവം തോക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് എന്റെ ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് സങ്കടം കൊണ്ട് പറയട്ടെ, ഇന്ന് നോഹയുടെ സീസൺ കുറഞ്ഞു. ഇന്ന് ജോനയുടെ സീസണാ. ഇന്ന് ജോനയുടെ സീസണാ. അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകാൻ പറയുമ്പോൾ ദൈവ കപ്പൽ മറിക്കുമാറടിക്കും. അടിക്കുമ്പം പറയും, ദൈവമേ നീ എന്നെ അടിച്ചല്ലോ, എടുത്തിട്ടോ. ആമേ, മത്സ്യത്തിൻ്റെ വായി കിടക്കുമ്പോഴാ മാനസാന്തരം. ഹലോ, മത്സ്യത്തിൻ്റെ വായി കിടക്കുമ്പോഴാ മാനസാന്തരം. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവം അടിച്ചിട്ട് മാനസാന്തരപ്പെടാൻ നിൽക്കരുത്. അടി കിട്ടുമെന്ന് ഉറപ്പ. ദൈവത്തെ മറന്നുപോയാൽ ദൈവം അടിക്കുമെന്ന് ഉറപ്പ. അതുകൊണ്ട് പതുക്കെ അങ്ങ് ദൈവം പറഞ്ഞ വഴിയിലങ്ങ് പോകണം. കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ആലയത്തിൽ വരുന്ന നമ്മുടെ മലയങ്കിലുള്ള ആലയത്തിൽ വരുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററേ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പാസ്റ്റർ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു 5-6 അസുഖത്തിൻ്റെ ലിസ്റ്റ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദരിയെ പള്ളിയിലൊന്നും കാണാൻ, പാസ്റ്റർ ഇനി വരണം. ആ പറച്ചിലിന് തന്നെ ഒരു വെപ്രാളോ, ഇനി വരണം. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? പാസ്റ്ററെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത ഇത്രയും രോഗം എനിക്കുണ്ടെന്ന്. ഹലോ, ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഇനി മരുന്നെടുക്കാതെ ജീവിക്കണമെങ്കിൽ ദൈവം തന്നെ. ഞാൻ ചോദിച്ചു, മര്യാദയ്ക്ക് പള്ളി വന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപയ്ക്കകത്ത് നിന്നിരുന്നെങ്കിൽ ഈ അടിവല്ലോ വേണമായിരുന്നോ? പക്ഷെ ഞാൻ നോഹയെ സല്യൂട്ട് ചെയ്യും. എന്തെന്നറിയാമോ? കണ്ടിട്ടില്ലാത്തത്, കേട്ടിട്ടില്ലാത്തത് പറഞ്ഞ ദൈവ ശബ്ദത്തിൻ്റെ മുൻപിൽ പറഞ്ഞു, കർത്താവേ ഞാൻ പ്രസംഗിക്കാം. ആരേലും എൻ്റെ പ്രസംഗം കേൾക്കുമോന്നോ എനിക്കറിയില്ല. പക്ഷെ എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ഞാനൊരു പട്ടകം പണിയാം. ഈ തലമുറയിൽ തൻ്റെ ഇടമുണ്ടോ? ഏതെല്ലാം തലമുറകൾ പിന്മാറിപ്പോയാൽ, ഏതെല്ലാം കുടുംബങ്ങൾ മാറിപ്പോയാൽ, ഞാനും എൻ്റെ കുടുംബവും പെട്ടകത്തിൽ കാണുമെന്ന് ബോധ്യമുള്ള മാതാപിതാക്കൾ ഇവനകത്തിരിപ്പുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ ഇവനകത്തിരിപ്പുണ്ടെങ്കിൽ, ലൈവിലൂടെ ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ കരമടിച്ച് ആത്മമറവിൽ എൻ്റെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ആരെല്ലാം പിന്മാറിപ്പോയാൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പക്ഷത്ത് കാണും.
ഇതൊക്കെ പറയണമെങ്കിൽ അകത്ത് ദൈവം ഉണ്ടാകണം, അകത്ത് ദൈവം ഉണ്ടാകണം. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞത്, മായയാമീ ലോകം താരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യ ചേരുവാൻ. മായയാമീ താരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യ ചേരുവാ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മചൈതന്യ എന്നിൽ പകരുക പരനേ. ജയത്തോടെ ജീവിതം ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധാരയിൽ ഞാൻ ചെയ്യുവാ. മായയാമീ ലോകം താരും സുഖമില്ല മറന്നു ഞാൻ ഓടുവാ തിരുരാജ്യ ചേരുവാ. മായയാമീ ലോകം താരും സുഖമില്ല മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യ ചേരുവാ. ആത്മസന്തോഷ കൊണ്ടു നിറയ്ക്കണ പ്രിയനേ, ആത്മചൈതന്യ എന്നിൽ പകരുക. ജയത്തോടെ ജീവിത ധാരയിൽ ഞാൻ ചെയ്യുവാ. ജയത്തോടെ ഞാൻ ചെയ്യുവാ. ആമേൻ, ഹല്ലേലൂയ. നമ്മളെ മക്കളൊക്കെ വായും തുറന്നിരിക്കുക, ഇതേത് പാട്ടാടാന്ന്. ഹലോ, ഇതൊക്കെ പാടി ആരാധിച്ചൊരു നല്ല കാലം ഭക്തന്മാർക്കുണ്ടായിരുന്നു. ആമേൻ. ആരോ പറഞ്ഞതുപോലെ അനീഷ് കാവാലം ഭാഷാണെന്ന് തോന്നുന്നു. നമ്മുടെ മക്കൾക്ക് ഇന്ന് ആഗ്രഹം കാറിൻ്റെ വൈപ്പർ അടിക്കും പോലെ. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഭക്തന്മാർ അനുഭവത്തുനിന്ന് എഴുതിയത് പാടി ആരാധിക്കണം. ഭക്തന്മാർ ദൈവകൃപയ്ക്കകത്തുനിന്ന് പാടിയത് ദൈവത്തെ സ്തുതിക്കണം. ഹലോ, വചനം പറയുന്നു, ഒന്നും കണ്ടില്ല, ദൈവം പറഞ്ഞ വാക്കിന് അവൻ പെട്ടകത്തിൻ്റെ പണി തുടങ്ങി. ശ്രദ്ധിച്ചേ പ്രിയരെ, ചിലപ്പം ദൈവം പറഞ്ഞാൽ കൂട്ടുകാർ പരിഹസിക്കും. ദൈവത്തിൻ്റെ വാക്കനുസരിച്ചാൽ കുടുംബക്കാർ നിനക്കെതിരാകും. വേഷമ്മിനെ പൊട്ടച്ചൊല്ലും കളിവാക്കും പറഞ്ഞ് പരിഹസിക്കും. ഹലോ, ദാണ്ടെ ദൈവത്തിൻ്റെ മകൻ വരുന്നു. ഹലോ, ദാണ്ടെ ദൈവത്തിൻ്റെ പൈതൽ വരുന്നു, ദാണ്ടെ പെന്തക്കോസുകാരൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചാലും ഒരു ധൈര്യം നിനക്ക് വേണം. ദൈവത്തിൻ്റെ വാക്കനുസരിച്ചാണോ ഞാൻ ഇറങ്ങിയത്? ഈ നിമ്മ മാറുന്നൊരു സമയം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കും. ഈ വേദന മാറ്റുന്നൊരു സമയം എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. അസാധാരണമായൊരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട് പ്രിയരെ. ഈ തലമുറയിൽ ദൈവമുള്ളവരോ ഹലോ, ദൈവം പറഞ്ഞ അളവിന്, ദൈവം പറഞ്ഞ വീതിക്ക്, ദൈവം പറഞ്ഞ രീതിയിൽ ഒരുവൻ പെട്ടകം പണിയുക. ഹലോ, ആശാരിമാര് വന്നു, സഹായികൾ വന്നു. നോഗോപദേശി രാവിലെ വേഗമെടുത്തിട്ട് തെരുവ് തെരുവോളം പോയി, വീട് വീടോളം പോയി, നമ്മൾ ട്രാക്ട് കൊടുക്കും പോലെ, നമ്മൾ പ്രസംഗിക്കും പോലെ പറയാൻ തുടങ്ങി, ജലപ്രളയം വരാൻ പോകുന്നു. എന്തു വരാൻ പോകുന്നു? ജലപ്രളയം വരാൻ പോകുന്നു. രാജ്യമേ ദേശം മുഴുവനും തകരാൻ പോകുന്നു. ദേശം മുഴുവനും തകരാൻ പോകുന്നു. ഓ, മനുഷ്യർ മുഴുവനും തകരാൻ പോകുന്നു. ഓ എന്ന് പറഞ്ഞ് പ്രസംഗിക്കുമ്പോഴും അടുത്തു നിന്ന് ആൾക്കാർ പരിഹസിക്കാൻ തുടങ്ങി. ഉപദേശി,
ഒന്നും രണ്ടുമല്ലല്ലോ, 120 വർഷമായില്ലേ ഇത് തന്നെ പ്രസംഗിക്കാൻ പോവാമേ. പ്രസംഗിച്ചു നടക്കുന്നു. നീ പ്രസംഗിച്ചിട്ട് വല്ലോ നടന്നു? അവന്റെ മറുപടി കേൾക്കണോ? എന്നോട് ദൈവം പറഞ്ഞു, ഞാനതനുസരിക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവം പറഞ്ഞതനുസരിക്കാൻ തൻ്റെ ഇടമുണ്ടോ? വചനം പറയുന്നു, 120 വർഷം തികഞ്ഞപ്പോൾ, പെട്ടകത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ നോഹയോട് പറഞ്ഞു, നോഹേ, പെട്ടകത്തിനകത്ത് ഞാൻ എനിക്കുള്ളവയെ കയറ്റാൻ പോവുക. ശുദ്ധിയുള്ളവയും ശുദ്ധിയില്ലാത്തവയും ഓടി ഓടി ഓടി. ഹലോ, കഴിഞ്ഞ ദിവസമായിട്ടേ ആണെന്ന് തോന്നുന്നു ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ, സുനാമി വന്ന സമയത്ത് സുനാമി വരുന്നതിന് എത്രയോ പെരിമീറ്റർ ചുറ്റളവിനകത്ത് ഉണ്ടായിരുന്ന മൃഗങ്ങൾ അനർത്ഥം തിരിച്ചറിഞ്ഞ് ഓടി മാറി എന്നൊരു ന്യൂസ് ആർട്ടിക്കിളിനകത്ത് ഞാൻ വായിച്ചു. നോഹയുടെ പെട്ടകത്തിനടുക്കലേക്ക് സകല ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ മൃഗങ്ങൾ, പക്ഷികൾ ഓടി ഓടി പറന്നെടുത്തു. സകലതും കയറിയപ്പോ നോഹയോട് പറഞ്ഞു, നോഹേ, നിനക്കുള്ളതും കയറട്ടെ. ഈ തലമുറയിൽ തൻ്റെ ഇടമുണ്ടോ? ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ തലമുറ നീ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കുമെന്ന്. നീ എടുത്ത പുസ്തകം എടുക്കാൻ നിന്റെ തലമുറ കൂടാരത്തിൽ കാണുമെന്ന്. ഇന്നു പകൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഈ പെട്ടകത്തിന്റെ വാതിലടയുന്നതിന് മുമ്പ് ചിലരെയും കൂടെ നിനക്ക് കയറ്റ ദൈവത്തിന്റെ നിയോഗം വെളിപ്പെടും. ഓ, സ്തോത്രം പറഞ്ഞില്ല. കൃപയുടെ പെട്ടകത്തിന്റെ വാതിലടയാൻ സമയമായി പ്രിയരെ. ഓ ശമനധുരിഖമന, ഈ തിരുവനന്തപുരം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് നെഞ്ചുപൊട്ടി 3ാമത്തെ സെക്ഷനും പ്രസംഗിക്കുമ്പതിന്റെ കാരണം, കൃപയുടെ പെട്ടകത്തിന്റെ വാതിൽ അടയുന്നതിന് മുമ്പ് ഈ ദേശത്തുനിന്ന് ചിലവേ കൂടെ ആ പെട്ടകത്തിനകത്ത് കയറണം. ഈ ലൈവിലൂടെ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് കാരണം ചിലരും കൂടെ ഈ പെട്ടകത്തിനകത്ത് കയറണം. കൃപയുടെ വാതിലടയാൻ സമയമോ, എന്റെ യേശു വെളിപ്പെടാൻ സമയമോ, മധ്യവാനത്തിൽ എന്റെ യേശു വരാൻ സമയമോ. ഏത് കൺവെൻഷൻ ആയാലും ഞാൻ പറയുന്നൊരു പദമുണ്ട്, സബിൻ പാസ്റ്റർ പ്രസംഗിച്ചാലും ഇല്ലേലും, നിങ്ങൾ ഒരുങ്ങിയാലും ഇല്ലേലും, ഈ കർത്താവിന്റെ മടങ്ങി വരവ് ഈ ലോകത്തിൽ ആരും പ്രസംഗിച്ചാലും ഇല്ലേലും, ആരൊക്കെ ഒരുങ്ങിയാലും ഇല്ലേലും, കൃപയുടെ വാതിലൊരിക്കലടയും. വരുവാനുള്ളവൻ വരും. അവൻ വേഗത്തിൽ വെളിപ്പെടും. അവൻ വേഗത്തിൽ വെളിപ്പെടുമ്പോ ജാതികളായവർ ദൈവമക്കളായി മാറിയവർ അവർ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരും. ജീവനോടിരിക്കുമോ രൂപാന്തരപ്പെട്ട് കയറിപ്പോകോ. ലോകമൊരുങ്ങുന്നു, രാജ്യങ്ങൾ ഒരുങ്ങുന്നു, പ്രകൃതി പോലും ഒരുങ്ങുന്നു. ലോകം ഒരുപോലെ പറയാന്നു, മൂക്കത്തു വിരൽ വച്ച് പറയുന്നു, ലോകത്തെന്തോ സംഭവിക്കാൻ പോകുന്നു, ഭൂമിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു, രാജ്യങ്ങൾക്കകത്തെന്തോ സംഭവിക്കാൻ പോകുന്നു. ഹേ ഭരണകൂടമേ, ഇനി സംഭവിക്കാനുള്ളവ എന്റെ യേശു മടങ്ങി വരൂ. കൃപയുടെ വാതിലടയപ്പെടോ. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കോ. ജീവനോടിരിക്കുന്ന ഞങ്ങൾ വിശുദ്ധന്മാർ ഉയർത്തു മധ്യവാനത്തിൽ അവനെ എഴുന്നേൽപ്പോ. എവിരേൽപ്പാൻ കയറിപ്പോകോ. അന്നെല്ലാ ഞായറാഴ്ചയും 3 സെഷൻ പ്രാസംഗിക്കാൻ സബിൻ പാസ്റ്റർ കാണത്തില്ല. ഇവിടെ ഇരുന്ന് ആരാധിക്കാൻ നിങ്ങൾ കാണില്ല.
പലരെ ഇരിപ്പ് കണ്ടിട്ട് ഇരിക്കാം ഇവിടെയൊക്കെ തന്നെ കാണുമെന്ന എനിക്ക് വിഷയമല്ല. പക്ഷെ ഞാൻ ആത്മാർത്ഥമായി പ്രസംഗിക്കുക. പെട്ടകത്തിന്റെ വാതിൽ അടയണതിന് മുമ്പ് പെട്ടകത്തിൽ കയറണമെങ്കിൽ ദൈവത്തെ അനുസരിക്കാനുള്ള മനസ്സ് വേണം. ദൈവത്തെ പൂർണ്ണമായി ആമേൻ ഒബീഡിയൻസിൽ ആമേൻ അനുസരണത്തിൽ ജീവിക്കാൻ ഉള്ളൊരു മനസ്സ് വേണം. ഞാനൊരു ഉറപ്പ് ഞാൻ പറയാം, ദൈവത്തെ അനുസരിച്ചോ ലോകം മെനക്കവരെ പിരിഞ്ഞാലും. ചിലർ ചിന്തിക്കുന്ന ഭാഷേ ഞാൻ ദൈവത്തെ അനുസരിച്ച കൂട്ടുകാരെന്ത് വിചാരിക്കുമെന്ന്. എടാ, കൂട്ടുകാരൻ നീയായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ അവനെ വരില്ല, നീയെങ്കിലും സ്വർഗത്തിൽ പോകാണ് ഇത് പ്രസംഗിക്കുന്നത്. ഹലോ, ഞാൻ ഇങ്ങനെയൊക്കെ ആയാൽ അവരൊക്കെ അങ്ങനെ കരുതുമെന്നാണ് നിന്റെ വിഷയമെങ്കിൽ നീ ഇങ്ങനെയൊക്കെ അങ്ങ് പോ. ഹലോ, വാതിലടച്ചിട്ട് കൈയിട്ടടിച്ചിട്ട് കാര്യമില്ല. വാതിലടച്ചിട്ട് ദൈവം മറന്നു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷയുടെ ദിവസം. ഒരുവൻ അനുസരിച്ചു. പെട്ടകത്തിൽ സകലതും കയറിയപ്പോൾ പെട്ടകത്തിന്റെ വാതിലടഞ്ഞു. നോഹ അടച്ചെന്നല്ല പറഞ്ഞേ, സബിം പാസ്റ്റർക്ക് അതിനുള്ള അധികാരമില്ല കുഞ്ഞേ. സബിം പാസ്റ്റർ വാതിലടച്ചാൽ നീ വന്ന് മുട്ടുമ്പോൾ ഞാൻ തുറന്നു തരും. അയ്യോ എന്റെ വിശ്വാസിയല്ലേ, ഹലോ അയ്യോ എൻ്റെ സഹോദരനല്ലേ, സഹോദരി അല്ലേ, ആമേ ഞാനന്ന് പ്രാർത്ഥിച്ച വിഷയം ആമേ വിശ്വാസിയല്ലേ എന്ന് കരുതി ആമേ ഞാൻ തുറന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോഹയോട് പറഞ്ഞു, നീ കയറിക്കോ, വാതിലടയ്ക്കുന്നത് ഞാനടച്ച ആരും തുറക്കത്തില്ല, ഞാൻ തുറന്ന ആരും അടക്കത്തുമില്ല. അർത്ഥം ഇത്രയേ ഉള്ളൂ. അനുസരിക്കേണ്ട സമയത്ത് അനുസരിച്ചില്ലെങ്കിൽ ഒരു പരിപാടിയും നടക്കില്ല, ഒരു പരിപാടിയും നടക്കില്ല. സ്നേഹത്തോടെ ഞാൻ പറയാം, പാസ്റ്ററെ അനുസരിക്കേണ്ടപ്പം അനുസരിച്ചോണം, അപ്പനമ്മമാരെ അനുസരിക്കേണ്ടപ്പോൾ അനുസരിച്ചോണം, സഹോദരങ്ങളെ അനുസരിക്കേണ്ടപ്പോൾ അനുസരിച്ചോണം, നിന്നെക്കാൾ മുതിർന്നവരെ അനുസരിക്കേണ്ടപ്പോൾ അനുസരിച്ചോണം. നീ ഏതുമായി എന്തുമായി എന്നൊക്കെ നിനക്ക് തോന്നു, ഒന്നുമില്ല പ്രിയരെ, നീണ്ടു നിന്നാൽ ഒരു ശ്വാസം അത്രേ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇന്ന് പൂക്കുന്നു നാളെ വാടി വീഴുന്ന പൂവിന് തുല്യമാണ് ജീവിതം. ഇന്ന് പകൽ ഈ ആയുസ്സിൽ എന്തെങ്കിലും നേടാൻ കഴിയുന്നുണ്ടോ എന്ന് തോന്നിയാൽ ദൈവത്തെ അനുസരിക്കുന്നവനായി മാറുക. ദൈവം വച്ചിരിക്കുന്ന വലിയവയിൽ ദൈവം നിന്നെ നിർത്തും. ഹലോ, നോഹ പെട്ടകത്തിനകത്ത് കയറി പെട്ടകത്തിന്റെ വാതിലടച്ചു. ശ്രദ്ധിച്ചു കേട്ടോ, ലോകത്തിലുള്ളവരെല്ലാം കണ്ടു നിൽക്കെ സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്നു, ഭൂമിയുടെ അധോ ഭാഗങ്ങൾ തുറന്നു. താഴെ നിന്നും വെള്ളം, മുകളിൽ നിന്നും, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? താഴെ നിന്നും വെള്ളം, മുകളിൽ നിന്നും വെള്ളം. വെള്ളം മുങ്ങി, വെള്ളത്താൽ മുങ്ങി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതത്തെക്കാൾ എത്രയോ അടി ഉയരത്തിൽ വെള്ളം പൊങ്ങി. വെള്ളം പൊങ്ങിയപ്പോൾ നോഹയുടെ പെട്ടകം ഉലഞ്ഞു. പെട്ടകം ഉലഞ്ഞു. ഈ പകൽ എന്നെ കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ പെട്ടകം എവിടെയെങ്കിലും അമേൻ ഉലയുന്നുണ്ടോ? ആരോടും പറയാൻ കഴിയാത്ത ഉലച്ചിൽ നീ അനുഭവിക്കുന്നുണ്ടോ? ദൈവദാസനെ, ഈ ഉലച്ചിലെന്ന് തീരും ദൈവദാസന്. ഞാൻ ജനിച്ച നാൾ മുതൽ, പഠിക്കാനിറങ്ങിയ കാലം മുതൽ ഞാൻ അനുഭവിക്കുന്ന വേദന എമ്മ വീരോ. എൻ്റെ കഷ്ടതയ്ക്കൊരു അറുതിയില്ലേ, എൻ്റെ വേദനയ്ക്കൊരു അറുതിയില്ലേ. ഒരു നല്ല കാലം എനിക്കുണ്ടാകുമെന്ന് കരുതി ഞാൻ പലതിലേക്ക് സ്റ്റെപ്പ് വെച്ചു, അവിടെയെല്ലാം പരാജയമെന്ന് കരുതി. നിനക്കുന്ന ആരേലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാ. നിന്റെ ഉലച്ചിലുകൾ മാറുന്ന ഒരു നല്ല മാളയുണ്ട്, നിന്റെ വേദന മാറുന്ന ഒരു നല്ല മാളയുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് എന്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. കരമടിക്കുന്നവർ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കാണ്.
ചില ഉലച്ചിലുകൾക്കകത്ത് ദൈവത്തിന്റെ കരമിറങ്ങുക. വർഷങ്ങളായി ചിലത് ഉലയുക, വർഷങ്ങളായി ആലി ഉലയുക. എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ അപ്പനെ എന്ന് പറഞ്ഞ് വേദനയോട് ഇരിക്കുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്? ദൈവം പറയുക, നിന്റെ ഉലച്ചിലുകൾ തീരുന്നൊരു നല്ല നാളെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ദൈവത്തെ നീ അനുസരിക്കുക, ദൈവത്തെ നീ അനുസരിക്കുക. വചനം പറയുന്നു, നോഹയും അവൻ്റെ പെട്ടകത്തിലുള്ളതും അവൻ്റെ പെട്ടകവും അരാരാത്തിൽ ഉറച്ചു. എവിടെ ഉറച്ചു? അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. കേട്ടോ, അനുസരിക്കാമെങ്കിൽ നിന്നെ ഉറപ്പിക്കുന്നൊരു പർവ്വതത്തെ എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി എൻ്റെ ദൈവം ചിലതിനെ ഒരുക്കിയിട്ടുണ്ട്. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലവിനെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിന്റെ കുടുംബത്തിന് വേണ്ടി ചിലവിനെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചപ്പോ നോഹ ദൈവസന്നിധിയിൽ അറിയാണ്ട് കരഞ്ഞുപോയി. എന്റെ വേഷക്കാർ മുഴുവനും തകർന്നു പോയപ്പോ, പട്ടണം മുഴുവനും വെള്ളത്തിനടിയിലായപ്പോ, കർത്താവേ, വൈശുദ്ധായി ഞാൻ മാത്രമെന്ത്? സ്നേഹിത, ഈ തലമുറയിൽ ദൈവത്തെ അനുസരിക്കുക. ദൈവം ഉറപ്പിക്കേണ്ടടുത്ത് ഉറപ്പിക്കും, ദൈവം കരുതേണ്ടടുത്ത് കരുതും. അരാരാത്തിൽ ഉറപ്പിച്ചിട്ട് ദൈവം പറഞ്ഞ ചോദ്യം കേൾക്കണോ? നോഹേ, ദേശം മുഴുവനും നിന്റെ കയ്യിലിരിക്കുക. എന്തിനു വേണ്ടിയാ ദൈവം അനുസരിക്കാൻ പറഞ്ഞേ? 120 വർഷം പ്രസംഗിക്കാൻ പറഞ്ഞ എന്തിനു വേണ്ടിയാ? ഒരു ദേശം മുഴുവനും നിന്റെ കരത്തിൽ തരാനാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? സകലം തകരുമെന്ന് എനിക്കറിയാം. അവർ തകർന്നു പോകുമ്പോൾ മാറ്റി നിർത്തേണ്ട ചിലതിനെ, ചില ശേഷിപ്പുകളെ എനിക്ക് മാറ്റി നിർത്തണം. ചില ശേഷിപ്പുകളെ എനിക്ക് മാറ്റി നിർത്തണം. അതിനാ ഞാൻ നിന്നെ അനുസരിക്കാൻ പറഞ്ഞേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരുവൻ അനുസരിച്ചപ്പോൾ ഭൂമി മുഴുവനും അവന് ദൈവം കൊടുത്തു. അവനോട് പറഞ്ഞു, നീ സന്താന പുഷ്ടിയുള്ളവനായി നീ പെരുക, നീ പെരുക. ഞാൻ നിനക്കും നിന്റെ 3 തലമുറകൾക്കും ഈ ദേശത്തെ ദേശങ്ങളെ ഞാൻ നിനക്ക് തരാം. നിങ്ങൾ എന്നോട് ചോദിക്കും, ഭാഷ, ഇന്ന് കാണുന്ന നമ്മളെല്ലാം ആദാമിൻ്റെ വംശാവലിയിലുള്ളവരാണ്, സത്യമാണ്. പക്ഷെ എങ്കിലും നോഹയുടെ കാലത്തുള്ള ശേഷിപ്പുകളാണ്. ഒരു ഭക്തനോട് ദൈവം പറയുക, നിന്റെ അനുസരണത്തിന് ഞാൻ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ആകാശത്തിൽ ആ ഉടമ്പടിയെ കാണുമ്പോൾ ഒക്കെയും ഞാൻ നിന്നെ ഓർക്കും. നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകാശത്ത് ഞാൻ മഴവില്ലിനെ സ്ഥാപിക്കും. അത് ഞാനും നീയുമായിട്ടുള്ള ഉടമ്പടിയാണ്. അത് കാണുമ്പോഴൊക്കെയും നീ എന്നെ അനുസരിച്ചത് ഞാൻ ഓർക്കും. ഒരുവൻ അനുസരിച്ചപ്പോൾ ദൈവം ആകാശത്ത് അതിനു വേണ്ടിയുള്ള അടയാളം പോലും എടുത്തു വച്ചെങ്കിൽ, ഈ ഭൂമി മുഴുവനും അവന്റെ കരത്തിൽ കൊടുത്തെങ്കിൽ, പ്രിയരെ, ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നത് എത്ര വലുതാ! ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നത് എത്ര വലുതാ! ഏതോ ചെറിയ സ്നേഹത്തിന്റെ മുൻപിൽ, ചെറിയ ചക്രവാക്കിന് മുൻപിൽ, ചെറിയ പ്രലോഭനത്തിന്റെ മുൻപിൽ ആ വലിയ ദൈവത്തിന്റെ പദ്ധതിയെ തച്ചുടച്ചാൽ ഞാൻ പറയും, നിന്നെപ്പോലെ മൂഢനായ മനുഷ്യൻ വേറെയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ശാന്തമായി ഞാൻ സംസാരിക്കുക.
ഒന്നാമത് എനിക്ക് വയ്യ. ഹല്ലേലൂയ. ഒരുവൻ അനുസരിച്ചു. അവന് ദൈവം വച്ചിരുന്ന ഏറ്റവും ബെസ്റ്റ് വെറും 8 എണ്ണം മാത്രം രക്ഷപ്പെട്ടു. അടുത്തൊരുവനെയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. സമകാലീനരാ. പ്രായം കൊണ്ട് നോഹ മൂത്തതാണെങ്കിലും അതിൻ്റെ 10ാം തലമുറയിൽ വരുന്ന ഒരുവനാ. അവൻ്റെ പേര് ലോത്തെന്ന. ഉൽപ്പത്തി പുസ്തകം വീട്ടിൽ പോയി വായിച്ചാൽ മതി. 19 ആ മോണിറ്ററിൽ കാണിക്കും. ഉൽപ്പത്തി 19:15 വചനം പറയുന്നു, ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി ഈ പട്ടണത്തിൻ്റെ അകൃത്യത്താൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ടു പോക എന്ന് പറഞ്ഞു. അതിൻ്റെ 17ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവർ പുറപ്പെട്ടുകൊണ്ടു വന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കയും അരുത്, നാശം ഭവിക്കാതിരിപ്പാൻ. അടുത്തതാണ് പദം, പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്ക് അബ്രഹാമിനെ വിളിച്ചിറക്കി. ഞാൻ എപ്പോഴും പറയും, ലോത്ത് വിളിച്ചോണ്ടിറങ്ങി. ഹലോ, അബ്രഹാമിനെ ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കിയപ്പോൾ ലോത്തിന് ഒരു ചിന്ത, എന്നെ വിളിക്കാൻ, അതുകൊണ്ട് ഞാനും വിളിച്ചോണ്ട് ഇറങ്ങാം. തലയിൽ കൈ വെച്ച് വിളിച്ചോണ്ടിറങ്ങി. അങ്ങനെ വിളിച്ചോണ്ടിറങ്ങുന്ന കുറേ പേരും ഉണ്ട്. പക്ഷെ ദൈവത്തെ ആണോ വിളിച്ചോണ്ടിറങ്ങുന്നേ, അവരെയും ദൈവം മാനിക്കും കേട്ടോ. ദൈവം മാനിക്കും കേട്ടോ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ലോത്തിനെ ദൈവം ശക്തമായി അബ്രഹാമിൻ്റെ കൂടെ നടന്ന് സകലതിലും നന്മ അനുഭവിക്കുക. കുറെ കാലം കഴിഞ്ഞപ്പോൾ ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ ചണ്ട, വഴക്ക്. അബ്രഹാം കണ്ണുനീരോടെ ലോത്തിനോട് പറഞ്ഞു, ലോത്തേ, ദേശമൊക്കെയും നമ്മുടെ മുൻപിൽ ഇരിക്കുന്നു, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നിനക്കിഷ്ടമുള്ളത് എടുത്തുകൊള്ളുക. ഇതെല്ലാം പറയുമ്പോഴും ലോത്തിൻ്റെ കണ്ണ് സോവാറിലായിരുന്നു. നീരോട്ടമുള്ള സോവാർ തേടി ലോത്ത് പോയി. ഞാൻ ഇങ്ങനെ സ്നേഹത്തോടെ അവിടെ നിന്ന് പറയാം, മിന്നുന്നതൊന്നും പൊന്നല്ല കേട്ടോ. ഒരു സ്റ്റെപ്പ് നിന്റെ കുടുംബത്തിനകത്ത് ഒരുപക്ഷെ ഉപജീവനമാകാം, ഒരുപക്ഷെ ഭാവിയാകാം, ഒരുപക്ഷെ എഡ്യൂക്കേഷനാകാം. അവൻ സ്റ്റെപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് ചോദിച്ചിട്ട് സ്റ്റെപ്പ് എടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു അപ്പൻ നമ്മുടെ മലയങ്കിലുള്ള ആലയത്തിൽ വന്നിട്ട് പറയുന്നൊരു കേട്ടു, പാസ്റ്റേ, എൻ്റെ മകൾ ഡോക്ടർ പഠിക്കാൻ പോയതാ. ഞാൻ പറഞ്ഞു, അറിയാം മകള്, 10 വർഷമായി. അതും അറിയാം. എന്നോട് പറയുക, ഇനി 1 വർഷം കൂടെ പോയാലേ, ഹലോ, 1 വർഷം കൂടെ പോയാലേ വല്ലതും നടക്കത്തുള്ളൂ. ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിന്റെ ഓരോ സെക്കൻഡും നിന്റെ ആയുസ്സിൽ വിലപ്പെട്ടതാണ്. ഓരോ വർഷങ്ങളും വിലപ്പെട്ടതാണ്. ദൈവം വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന വർഷമാണെങ്കിൽ ഞാൻ അതിനെതിരല്ല. ആ വർഷങ്ങളെ ദൈവം തിരിച്ചു തരും. പക്ഷേ അനുസരണക്കേടിൽ നീ കൊണ്ടുപോയിട്ടു തുലയ്ക്കുന്ന വർഷങ്ങൾ എൻ്റെ ദൈവം ഉത്തരവാദിയല്ല. ഞാനിങ്ങനെ പറയട്ടെ, ദേശമൊക്കെയും നിന്റെ മുൻപിൽ ഇരിക്കുന്നു എന്ന് അബ്രഹാം പറയുമ്പോൾ ലോത്ത് പറയണമായിരുന്നു, യജമാനനെ, അബ്രഹാമേ, വിളി കേട്ടിറങ്ങിയവൻ നീയാ,
ദൈവം സംസാരിച്ചത് മുഴുവനും നിന്നോടാ. നീ ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവഹിതമായത് എനിക്ക് താ. ചെയ്തില്ല ലോത്ത്. ലോത്ത് സോവാറിൽ പട്ടമേ കൂടാരമടിച്ചു. സബ്മിറ്റ് കേട്ടോ, അവർ സോദോമോളമെത്തി. വചനം പറയുന്നു, അബ്രഹാമിന്റെ കൂടാരത്തിൽ 3 ദൂതന്മാർ. അവിടെ ഒരു ദൂതൻ അവിടെ നിന്നിട്ട് 2 ദൂതന്മാർ ലോത്തിന്റെ അടുക്കലെത്തി. അബ്രഹാം പറഞ്ഞു, ദൈവമേ, എന്നെ പ്രതി അവൻ തകരരുത്. ഞങ്ങൾ ഒരുമിച്ചിറങ്ങിയതാ, നീ എൻ്റെ മുഖത്തെ നോക്കി അവനെ തകർക്കരുത്. പറഞ്ഞപ്പോൾ ദൂതന്മാർ ലോത്തിന്റെ അടുക്കൽ ചെന്നപ്പോ പട്ടണവാതിക്കൽ ആശാനിരിക്കുക. ലോത്തിരിക്കുക. പട്ടണവാതിക്കൽ ഇരുന്നെങ്കിലും ദൂതന്മാരാണെന്ന് മനസ്സിലായപ്പോ അവന് കാര്യം പിടികെട്ടി കേട്ടോ. അവൻ എഴുന്നേറ്റ് ദൈവപുരുഷന്മാരെ നമസ്കരിച്ചു. അവന്റെ ഭവനത്തിൽ കൊണ്ടുപോയി. ഇന്ന് പകൽക്കാലം ഞാൻ സ്നേഹത്തോട് പറയട്ടെ, ഏതവസ്ഥയിലിരുന്നാലോ മാനിക്കേണ്ടവരെ മാനിക്കണം. വാമേ, ദൈവ മക്കൾ വന്നു കഴിഞ്ഞ എഴുന്നേൽക്കേണ്ടി വന്ന നീ കസേരന്ന് എഴുന്നേൽക്കണം. ഇന്നത്തെ തലമുറകൾക്കില്ലാത്ത ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ബഹുമാനമില്ല. ഞങ്ങളുടെ കോളേജിൽ ഒരു സാറുണ്ട്. ഞാൻ റിസർച്ച് ചെയ്ത കോളേജിൽ ഒരു സാറുണ്ട്. സാറിന് ഏകദേശം 70 വയസ്സായി. പക്ഷേ ഒരു ജൂനിയർ ടീച്ചർ, ഒരു പക്ഷെ താൻ പഠിപ്പിച്ച ജൂനിയർ ആയിരിക്കാം, താൻ പഠിപ്പിച്ച സ്റ്റുഡൻ്റ് ആയിരിക്കാം. പക്ഷെ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് അങ്ങ് നിൽക്കും. ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അവരിരുന്നിട്ട് താൻ ഇരിക്കൂ. അവരിരുന്നിട്ട് താൻ തൻ്റെ ഓഫീസിൽ ഇരിക്കൂ. അതിൻ്റെ പേരാണ് ബഹുമാനം. അതിനെ പറയുന്നതാണ് ഹ്യൂമിലിറ്റി, താഴ്മ. ദൂതൻ അവിടെ നിൽക്കുന്നില്ല. ദൂതനെ കണ്ടതും പുരുഷന്മാരെ കണ്ടതും ലോത്തെഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. അതിരാവിലെ ആയപ്പോൾ ലോത്തിനോട് പറഞ്ഞു, പട്ടണം ദൈവം തീയാൽ നശിപ്പിക്കാൻ പോകുക. പട്ടണം തീയാൽ നശിപ്പിക്കാൻ പോകുക. നീ എടുക്കേണ്ടതെല്ലാം എടുത്തോ. എന്നിട്ട് ലോത്ത് താളം ചവിട്ടുക. ഹലോ, ചിലരെ കണ്ടിട്ടില്ലേ? ഇതാണ് വഴിയെന്നറിയാം, ഇങ്ങനെ പോയാൽ രക്ഷപ്പെടുമെന്നറിയാം. എങ്കിലും ദൈവത്തെ അനുസരിക്കാൻ വയ്യ. ആമേ, ചവിട്ടി നിൽക്കുക. വചനം പറയുന്നു, 15-ാം വാക്യം പറയുന്നു, ഉഷസ്സായപ്പോൾ ദൂതൻ അവന്റെ കരം പിടിച്ച് അവനെ ബന്ധപ്പെടുത്തി. ദൂതൻ ബന്ധപ്പെടുത്തുക. ലോത്തെ ഇറങ്ങ, തീ വെളിപ്പെടാൻ പോകുക. ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടാൻ പോകുക. ഇന്ന് രാത്രി ഒരു പക്ഷേ ഈ പ്രസംഗം കേൾക്കുമ്പോ ഈ പ്രസംഗത്തിനൊക്കെ താഴമായി എനിക്ക് പറയാനൊരു ശബ്ദമുണ്ട്. അനുസരിക്കുക. അനുസരണമില്ലാത്തവിടെ ദൈവിക ന്യായവിധി വെളിപ്പെടാൻ പോകുക. അനുസരിക്കുക. ഈ പകൽ ഞാൻ നിങ്ങളെ ബന്ധപ്പെടുത്തുക. അനുസരിക്കുക കുഞ്ഞേ. ദൂതൻ കരം പിടിച്ചു. ശ്രദ്ധിച്ചു കേട്ടോ. അതിൻ്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്. ഹലോ, ശ്രദ്ധിച്ചേ. ദൂതൻ ലോത്തിന്റെ കൈ പിടിച്ചു. ലോത്ത് ഭാര്യയുടെ കൈ പിടിച്ചു. ഭാര്യ 2 മക്കളുടെ ഓടുക. ദൂതൻ ഓടുന്നു. ദൂതന്റെ പിറകെ ലോത്ത്. കുറച്ചു ദൂരം എത്തിയപ്പോ ചെറിയ ഉപ്പ് പോലെയൊക്കെ കയ്യിൽ അവന് പിടികിട്ടി. ഭാര്യ തിരിഞ്ഞു നോക്കി. ഉപ്പ് തൂണായ ഭാര്യ തിരിഞ്ഞു നോക്കാൻ പോയില്ല. തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ അവനും ഉപ്പ് തൂണായനെ. അവൻ വച്ചട ഓട്ടം. അവൻ്റെ മക്കൾക്ക് മനസ്സിലായി, മുമ്പിൽ നിൽക്കുന്ന അമ്മാമ സ്വാമൻ ഉപ്പ് തൂണായി, ഇനി അമ്മയെ നോക്കിയിട്ട് കാര്യമില്ല, വേണമെങ്കിൽ അപ്പൻ്റെ കൂടെ ഓടി ദൂതൻ്റെ കരം പിടിച്ചോടിക്കോണ. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലേ? ചിലരെ കണ്ടിട്ടില്ലേ? അമ്മ ഭാര്യ വന്നില്ലെങ്കിൽ, ഭാര്യ പള്ളിയിലില്ലെങ്കിൽ
ഓ അവക്ക് മേലായിരുന്നു പാസ്റ്റേ. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ചിലരെ കണ്ടിട്ടില്ലേ, വണ്ടി ഉണ്ടെങ്കിൽ ചിലർ പറയും പോലെ പണ്ടേ അംബാസഡർ ഉണ്ടായിരുന്ന വീട്ടില് പണ്ടും നടരാജ വണ്ടിയാ, ഇന്നും നടരാജ വണ്ടിയാ. എന്നിലും നമുക്ക് ദൈവം ഇച്ചിരി പുത്തനൊക്കെ തന്നപ്പോ ദൈവത്തെ ആരാധിക്കാനൊക്കെ അങ്ങ് മടിയാ. പക്ഷെ അനുസരണത്തോടെ ദൈവസന്നിധിയിൽ ഓടിയില്ലെങ്കിലേ ചിലത് ഉപ്പ് തൂണായി പോകും കേട്ടോ. ചിലത് ഉപ്പ് തൂണായി പോകും കേട്ടോ. വചനം പറയുന്നു, ലോത്തിന്റെ ഭാര്യ ഉപ്പ് തൂണായി. എന്നിട്ടും ദൂതൻ ഉഷസ്സായപ്പോ അവരെ ബന്ധപ്പെടുത്തുക. എന്നിട്ട് പറഞ്ഞ പദമായി എനിക്കിഷ്ട, ജീവരക്ഷയ്ക്കായി നിങ്ങളോടുക, കാണുന്ന ആ പർവ്വതത്തിൽ കയറിക്കൊള്ളുക. കണ്ടേ, നോഹയുടെ പെട്ടകം എവിടെ ഉറച്ചു? അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ജീവരക്ഷ എവിടെയാ പ്രിയരെ? പർവ്വതത്തിലാ. ക്രിസ്തു എന്ന പർവ്വതത്തിലാ ജീവരക്ഷ. അതുകൊണ്ട് അനുസരണത്തിന്റെ ദൂത് ഈ പകൽ വിളിച്ചു പറയുന്നതിന് കാരണമെന്നും അറിയാമോ? ജീവരക്ഷ പർവ്വതത്തിലാ, ക്രിസ്തു എന്ന പർവ്വതത്തിലാ. റോമാലേഖന പൗലോസ് പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ലേ ഇല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? രക്ഷയുടെ പർവ്വതത്തിൽ കയറാൻ ലോത്തിനോട് പറഞ്ഞപ്പോൾ ലോത്തടിച്ച എക്സ്ക്യൂസ് കേൾക്കണോ? ലോത്ത് പറഞ്ഞ എക്സ്ക്യൂസ് കേൾക്കണോ? പെട്ടകം പണിയാൻ പറഞ്ഞപ്പോൾ നോഹ ഒരു എക്സ്ക്യൂസും പറഞ്ഞില്ല. 120 വർഷം കൊണ്ടാ ആശാൻ പെട്ടകം പണിതത്. ആമേന് ഒരു പക്ഷേ ഒരു രാത്രി മുഴുവനും നടന്നാൽ ആ പർവ്വതത്തിൽ കയറാമായിരുന്നു. എന്നിട്ടും ലോത്ത് പറഞ്ഞത് കേട്ടോ, 120 അവന്റെ മുൻപിൽ, ആയുസിന്റെ ദൈർഘ്യം അവന്റെ മുൻപിലില്ല. അവനോട് പറഞ്ഞ കൽപ്പന അനുസരിക്കാൻ മണിക്കൂറുകൾ മതിയായിരുന്നു. പക്ഷെ ലോത്ത് പറയുക, കർത്താവേ അങ്ങനെയല്ല. നിങ്ങൾ വായിക്കണം വീട്ടിൽ പോയി 19 വാക്യമൊക്കെ. ആമേൻ, അങ്ങനെയല്ല കർത്താവേ, ആ പട്ടാമെ പർവ്വതത്തിൽ പോകാൻ എനിക്ക് ശക്തി. സോദോം ഗൊമോറയിന്ന് കൈ പിടിച്ച് ഇതുവരെ കൊണ്ടുവന്നത് ദൂതനാ. ഈ ദൂതന്റെ കൈയും പിടിച്ചിട്ടാ പറയുന്നേ, കർത്താവേ ദൂതനെ, നിന്റെ വാക്കനുസരിക്കാൻ എനിക്ക് ശക്തിയില്ല. അതുകൊണ്ട് ഞാൻ ആ പർവ്വതത്തിൽ പോകുന്നില്ല. ഈ പർവ്വതം കണ്ടോ, അതടുത്താ, ഞാൻ അവിടെ പൊയ്ക്കോട്ടോ. ദൂതന് കാര്യം പിടികിട്ടി ചാവാൻ കിടന്നാലും ഇവൻ അനുസരിക്കുന്ന പരിപാടിയില്ല. ഭാര്യ ഉപ്പ് തൂണായി. എന്നിട്ടും പറയുക, ആ പർവ്വതത്തിൽ കയറടാന്ന് പറഞ്ഞപ്പോ കർത്താവിനോട് പറയുന്ന പദം അതൊന്ന് ശ്രദ്ധിച്ചു വായിച്ച മനസ്സിലാകുക. ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്കടിയനോട് കൃപ തോന്നുവല്ലോ, എന്റെ ജീവനെ രക്ഷിപ്പാ എനിക്ക് വലിയ കൃപ കാണിച്ചിരിക്കുന്നു. ആ പർവ്വതത്തിലോടിയെത്താ എനിക്ക് കഴിയില്ല, പക്ഷെ എനിക്ക് ദോഷം തട്ടി മരണം സംഭവിക്കും. ഇന്നു പകൽ ആത്മാർത്ഥമായി ഞാൻ ചോദിക്കട്ടെ, ലോത്തേ, ദൂതൻ കരം പിടിച്ചല്ലേ ഇതുവരെ കൊണ്ടുവന്നത്? ആ ലോത്തിനാമെ ദൂതനോട് ചോദിച്ചൂടായിരുന്നോ, ദൈവപുരുഷന്മാരെ, എനിക്ക് ആ പർവ്വതം വരെ പോടാൻ എനിക്കും എൻ്റെ മക്കൾക്കും ശക്തിയില്ല, എന്നെ അതുവരെ കൊണ്ടെത്തിച്ചു തരണമെന്ന് പറഞ്ഞാൽ ദൂതന്മാർ അവന്റെ കരങ്ങളിൽ വഹിച്ച രക്ഷയുടെ പർവ്വതത്തിനകത്തിരുത്തില്ലായിരുന്നു. പക്ഷെ അനുസരിക്കാൻ അവന് മനസ്സിലില്ല. അവൻ പറയുക, അടിയനോട്. നമ്മൾ ചിലരിതല്ലേ പ്രാർത്ഥിക്കാനൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തു താഴ്മയാ.
എന്തു താഴ്മയാ! ഒരാൻറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞു, കർത്താവ് അഭയ ദൈവദാസനെ അവന്റെ താഴ്മ ആണെങ്കിൽ ഒന്ന് വീട്ടിലോട്ട്, ഇവിടെ ഇരിക്കുന്ന പുള്ളിയൊന്നും അല്ല. ഹലോ, കസേരയും ടി വി ഒക്കെ പൊട്ടുന്നതിന് ഒരു കൈയും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? താഴ്മയാ. കർത്താവിനോട് പറയാമായിരുന്നു, കർത്താവേ എനിക്ക് ശക്തിയില്ല, നീ ഒന്ന് പർവ്വതത്തിൽ എന്നെ എത്തിക്ക. നോഹ പറഞ്ഞില്ല, ഞാൻ പെട്ടകം പണിയാനുള്ള കൃപ എനിക്കില്ലെന്ന്. ഈ പരിഹാസ നിമിത്തം ഞാൻ പ്രസംഗം നിർത്തുന്നെന്ന് പറഞ്ഞില്ല. അവൻ പറഞ്ഞു, നീ എന്നോട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. Obedience brings God's best. ലോത്തിന് വേണ്ടി ദൈവം ആ പർവ്വതത്തിൽ ഒരുക്കിയിരുന്നത് വലിയവയാ. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ലോത്തിന് വേണ്ടി അവിടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ലോ ദൈവം ഒരുക്കിയിട്ട് ഈ പട്ടണത്തിനകത്ത് നാശം ദൈവം വിതയ്ക്കുമെന്ന് പറഞ്ഞത്. ഒരുക്കിയ നന്മ അവന് വേണ്ട. അവന്റെ മുൻപിൽ എക്സ്ക്യൂസ്, ഈ പർവ്വതത്തിൽ പോയാ മതി. സ്നേഹിത, കൂടപ്പുറപ്പേ, ദൈവം നിന്നെ വിളിച്ചിറക്കിയവേ ചില വൻ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടാ. നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും നിന്റെ കൂടാരത്തിൻ്റെയും ജീവരക്ഷയ്ക്കാവശ്യമായതല്ല അവിടെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് വിളിച്ചിറക്കിയ നീ എക്സ്ക്യൂസ് പറഞ്ഞു നിൽക്കരുത്. അനുസരിക്കേണ്ട സമയത്ത് അടിയനിതാ, ഐ ആം റെഡി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ലോത്തിനെ ദൈവ ദൂതന്മാർ അനുവദിച്ചു. അവിടെ പോകേണ്ടവൻ ഈ പർവ്വതത്തിൽ പോയി. പ്രിയരെ, വചനം പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നാശം ഭവിച്ചൊരു കുടുംബം ഈ വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയില്ല. അപ്പൻ മുഖാന്തരം തലമുറകൾ പാപമായി തീർന്നു. അവിടെ പറഞ്ഞു ഞാൻ നിർത്തുക. ഒരപ്പന്റെ അനുസരണക്കേട് അവിടെ തലമുറകൾ മുഴുവനും ശാപത്തെ ഗർഭം ധരിക്കേണ്ടി വന്നു. ഒരായുസ് മുഴുവനും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വന്നു. Why it happened? ദൈവം ഒരുക്കിയ ബെസ്റ്റ് അവൻ അനുസരിക്കാൻ മനസ്സില്ലാതെ അവൻ എറിഞ്ഞുടച്ചു. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, അനുസരണം ദൈവത്തിലുള്ള വലിയവയെ കൊണ്ടുവരുമെങ്കിൽ നോഹ അനുസരിച്ചു, അവൻ വലിയവ കണ്ടു. വചനം വ്യക്തമായി പറയുന്നു, ലോത്തിനനുസരിക്കാമായിരുന്നു. പറഞ്ഞത് എളുപ്പമുള്ളതാ. അവൻ കടിയില്ലെന്ന് ദൈവത്തോട് പറഞ്ഞു. അവൻ്റെ തലമുറ മുഴുവനും ശാപമായി മാറി. കൺകളെ മൂടിയാട്ട്. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയാട്ടെ. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ, ശാമനദുരഘടകധുരാരകൽക്കമാ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ പകൽ ദൈവം ഇടപെടണം. Obedience brings God's best. അനുസരണം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് കൊണ്ടുവരുമെങ്കിൽ ദൈവത്തോടൊന്ന് പറയാമോ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് പറയുന്നതെല്ലാം അനുസരിക്കാൻ എൻ്റെ ബുദ്ധി കൊണ്ട് കഴിയില്ല.
എൻ്റെ ശക്തി കൊണ്ട് കഴിയില്ല. ആത്മാവാകുന്ന വഴികാട്ടിയെ, ആ പരിശുദ്ധാത്മാവിനെ അധികമായി എനിക്കൊന്ന് തരണമേ. മാറോട് കരം ചേർത്ത് പിടിച്ചാട്ടെ, മാറോടൊന്ന് ചേർത്ത് പിടിച്ചാട്ടെ, ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശൈശവ പ്രായവീഴ്ചകൾ മോശയാലുള്ള താഴ്ചകൾ, ശൈശവ പ്രായവീഴ്ചകൾ മോശയാലുള്ള താഴ്ചകൾ നീക്കുകയെല്ലാം നായക, ഏകുക സമ്പൂർണ്ണത, നീക്കുകയെല്ലാം ഏകുക സമ്പൂർണ്ണത, ഉറപ്പിക്കന്നേ എന്നാ നീറയ്ക്കായെന്നെ ശുദ്ധാത്മാ, ഉറപ്പിക്കന്നേ എന്നാ നീറയ്ക്കായെന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വം മുറ്റും നിറഞ്ഞു ക്രിസ്തൻ മഹത്വത്താൽ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവെ നോക്കി ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവെ നോക്കി ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. മാറോട് കരം ചേർത്ത് പിടിച്ച് ആഴമായ സമർപ്പണത്തോടെ ദൈവത്തിൻ്റെ മുൻപാകെ ഒന്ന് കടന്നു വരാം. ഈ തലമുറയിൽ ദൈവമുള്ളവരായി നിൽക്കാൻ, ദൈവത്തിൻ്റെ വാക്കനുസരിക്കാൻ, ദൈവം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുക്കിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റായവ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുവാൻ